പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ സുപരിചിതനായ ബഷീർ കണ്ണാടിപ്പറമ്പ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി PC ഷഫീഖ്, ജില്ലാ കമ്മിറ്റി അംഗം റുബീന ജലാൽ എന്നിവരാണ് ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ CPIMൻ്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയിട്ട് STPക്കെതിരായിട്ട് വ്യാജ പ്രചാരണങ്ങൾ അടിച്ചുവിടുകയാണ് ചെയ്തത്. ധർമ്മട മണ്ഡലത്തിലെ കായലോട് പ്രദേശത്ത് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ദുരുദ്ദേശപൂർവം തന്നെ വ്യാജ പ്രചാരണമാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI 2047 ഒരു മതരാഷ്ട്രം ഉണ്ടാക്കാനാണ് ഇവിടെ പണിയെടുക്കുന്നതെന്നാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്നറിയില്ല. അതിന് രേഖകളുണ്ടെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. താലിബാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പെഹൽഗാം പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വിടുവായത്തം നടത്തുകയായിരുന്നു ഇന്നലെ വാർത്താ സമ്മേളനത്തിലൂടെ CPIMൻ്റെ ജില്ലാ സെക്രട്ടറി ചെയ്തത്. SDPI എന്നത് 2009 ജൂൺ 21 പിറന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്നും ഭയത്തിൽ നിന്ന് മോചനം, വിശപ്പിൽ നിന്ന് മോചനം എന്ന മുദ്രാവാക്യം ഉയർത്തി സോഷ്യൽ ഡെമോക്രസി, സാമൂഹിക ജനാധിപത്യം ഈ രാജ്യത്ത് വരുമ്പോൾ ഈ രാജ്യത്തെ വിഭവങ്ങളും അധികാരവും ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ അർഹതയും പ്രാതിനിധ്യവും അനുസരിച്ച് ലഭ്യമാവുമെന്നും അതാണ് യഥാർത്ഥത്തിലൊരു ക്ഷേമരാഷ്ട്രമെന്നും ആ രാഷ്ട്രത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് SDPI എന്ന തിരിച്ചറിവ് ഇല്ലാത്ത ഒരാളല്ല KK രാഗേഷ്. അദ്ദേഹം ദീർഘനാൾ ദില്ലിയിൽ താമസിച്ചയാളാണ്. രാജ്യസഭാംഗമായിരുന്നു. പിന്നീട് തിരുവനന്തപുരത്തായിരുന്നു. ഗ്രൗണ്ട് ലെവൽ വർക്ക് ചെയ്ത പരിചയമില്ലാത്ത നൂലിൽ കെട്ടിറക്കിയ ഒരു ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ചിലപ്പോൾ ഈ നാട്ടിലെ കണ്ണൂരിൻ്റെ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഒരു അറിവില്ലായ്മ ഉണ്ടാവും. പക്ഷെ അറിവില്ലായ്മ ഒരു അഹങ്കാരമായി, ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുത്. അദ്ദേഹം അറിവില്ലായ്മ എന്ന് പറയുന്നത് ഒരു അലങ്കാരമായി അദ്ദേഹം കൊണ്ടു നടക്കരുത്. 2047 ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാനാണ് ഞങ്ങൾ പണിയെടുക്കുന്നതെന്നൊക്കെ വിടുവായത്തം പറയുമ്പോൾ അതിന് തെളിവ് പറയണം. SDPIയുടെ ഏതെങ്കിലും പ്രസംഗങ്ങളിൽ, ഏതെങ്കിലും ലേഖനങ്ങളിൽ, ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങളിൽ ഇദ്ദേഹത്തിന് ഇത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ഞങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ്. ഇതിനെ ഇങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടി പോരാടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് SDPI. പിന്നെ അദ്ദേഹം പറയുന്നത് RSSും SDPIയും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്നാണ്. അദ്ദേഹം വിഡ്ഢിത്തമാണ് വിളിച്ചു പറയുന്നത്. എന്താണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം നന്നായിട്ട് അറിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIM. CPIMന് RSSനെ കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ. ഇപ്പം നമ്മുടെ കേരളക്കരയിൽ ഇപ്പോൾ കാര്യമായ രീതിയിൽ ചർച്ചയ്ക്ക് വരുന്ന ഒരു വിഷയം എന്താണ്? രാജ്ഭവനിൽ, തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ ഭാരതാംബയുടെ ചിത്രവും കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം, ആ ചിത്രം വെച്ച് സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുക. അപ്പോഴാണ് നമ്മുടെ കൃഷിമന്ത്രി എന്ത് ചെയ്യുന്നത്? ആ പരിപാടിയിൽ ബഹിഷ്കരണവും ഇറങ്ങിപ്പോക്കൊക്കെ നടക്കുന്നത്. സമാനമായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പരിപാടി ഇതേ രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് കാവിക്കൊടി വെച്ച് നടക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആ പരിപാടിയിൽ അതിനെതിരെ നിശിതമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെ രാജ്ഭവനെ കാവ്യവൽക്കരിക്കരുതെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. പാലക്കാട് ജില്ലയിലെ ഒരു കൗൺസിലർ, BJPയുടെ കൗൺസിലർ, നമ്മുടെ അശോകചക്രമുള്ള നമ്മുടെ ത്രിവർണ്ണ പതാക മാറ്റിയിട്ട് കാവിക്കൊടിയാക്കണം രാജ്യത്തിൻ്റെ ദേശീയ പതാകയെന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. രാജ്യത്തെമ്പാടും രാജ്യം ഭരിക്കുന്ന 3ാം മോഡി സർക്കാരാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന സർക്കാർ മതേതര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ, ഒരു കോർപ്പറേറ്റ് ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. രാജ്യത്തെ അടിസ്ഥാന വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, കോമൺ സിവിൽ കോഡ്, മുത്തലാഖ് നിയമം, വഖഫ് ഭേദഗതി നിയമം തുടങ്ങി അവരുടെ അസ്ഥിവാരം തകർക്കുന്ന നിയമങ്ങൾ തന്നെ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ
ഏറ്റവും വലിയ ന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിച്ച് പാർശ്വവൽക്കരിച്ച് രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ SDPI തെരുവിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് രാഷ്ട്രത്തിന് മതമില്ലെന്നാണ് പറയുന്നത്. ആ SDPIക്ക് നേരെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കുന്ന അതിന് പോരാടുന്ന SDPIയെ 2047 മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന പാർട്ടി എന്ന് മുദ്ര കുത്തുന്നത് അദ്ദേഹത്തിൻ്റെ വിവരക്കേടാണ്. ആ വിവരക്കേട് ഒരലങ്കാരമായി കൊണ്ട് നടക്കരുത് CPIMൻ്റെ ജില്ലാ സെക്രട്ടറി എന്നാണ് പറയാനുള്ളത്. ഈ സംഭവമായി ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലുണ്ടായ ഈ സംഭവ വികാസങ്ങൾ നിങ്ങളൊക്കെ 2-3 ദിവസമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. 15-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 15-ാം തീയതി കായലോട് പ്രദേശത്തുള്ള CPIMൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ, അടിവരയിട്ട് പറയുകയാണ്, CPIMൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ മാതാപിതാക്കൾ 2 പേരും അവരുടെ മകൾ, അവരുടെ ഏക മകളെ അവരുടെ കുടുംബാംഗങ്ങളായ 3 പേരാണ് മകളെയും ഈ വിവാദ നായകനെയും പിടിക്കുന്നത്. അദ്ദേഹത്തെ ആൺ സുഹൃത്തെന്നാണ് രാകേഷ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഇവരെ ഒരു സ്ഥലത്ത് കണ്ടെത്തുകയും പിന്നീട് പിതാവും, പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ഈ സ്ത്രീയുടെ പിതാവിൻ്റെ അനുജനും ഈ വിവാദ നായകനും അയാളുടെ കുടുംബാംഗവും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വാർഡ് മെമ്പറും നേതാക്കളും അടങ്ങുന്ന ആളുകൾ, മഹല്ല് ഭാരവാഹികളടങ്ങുന്ന ആളുകൾ ഒരു കോംപ്രമൈസ് ചർച്ച നടക്കുകയാണ്. അത് ഈ നാട്ടിൽ പുത്തിരിയൊന്നുമല്ല, അത് നാട്ടിൽ സാധാരണ നടക്കുന്നതാണ്. ഭർത്തൃമതിയായ ഒരു സ്ത്രീ, 3 കുട്ടികളുടെ മാതാവായ ഒരു സ്ത്രീ, ആ സ്ത്രീയെ വിവാഹം കഴിച്ച് കുട്ടികളുള്ള ഒരാൾ പ്രണയിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസാൻമാർഗികതയൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾ, അവരുടെ കുടുംബാംഗങ്ങൾ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നത് നാട്ടുനടപ്പാണ്. അത് കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ അല്ല നമ്മളെ നാട്ടിലെത്താറ്. അങ്ങനെ ഒരു കോംപ്രമൈസ് ചർച്ച നടക്കുന്നു, ഒരു സംഘർഷവുമില്ലാതെ. നിങ്ങളൊക്കെ ആ ചർച്ച കണ്ടിട്ടുണ്ടാവും. ഒരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ച നടന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു. 17-ാം തീയതി പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന സമയത്തെന്നാണ് പറയുന്നത്. അതിലേതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടികളുടെയോ ഏതെങ്കിലും വ്യക്തികളുടെയോ പേര് പരാമർശിക്കുന്നില്ല ആ ആത്മഹത്യാക്കുറിപ്പിൽ. പോലീസ് അങ്ങനെ പറഞ്ഞിട്ടുമില്ല, സൂചന മാത്രമാണെന്നാണ് പോലീസ് പറഞ്ഞത്. 18-ാം തീയതി ബന്ധുക്കളായ 3 പേരെ കസ്റ്റഡിയിലെടുക്കുന്നു. അവരുടെ അടുത്ത ബന്ധുക്കൾ 3 പേരെ കസ്റ്റഡിയിലെടുക്കുകയാണ്. 19-ാം തീയതി ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുന്നു. അന്ന് 19-ാം തീയതി തന്നെ വൈകുന്നേരം മാധ്യമങ്ങളെ വിളിച്ചിട്ട് പെൺകുട്ടിയുടെ മാതാവ്, ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ മാതാവ്, CPIMൻ്റെ മെമ്പറാണ് അവർ വാർത്താലേഖകരോട് പറയാണ്, പത്രക്കാരോട് പറയാണ്, എൻ്റെ മക്കളാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ, അവർ നിരപരാധികളാണ്, അവരിടപെട്ടത് അവരുടെ പെങ്ങളുടെ വിഷയത്തിലാണ്, അവർ നിരപരാധികളാണ് എന്ന് പറയുന്ന ആരാണ്? പെൺകുട്ടിയുടെ മാതാവാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 20-ാം തീയതി ACPക്ക്, അത് കഴിഞ്ഞ ഉടനെ തന്നെ പിറ്റേന്ന് രാവിലെ എന്തുണ്ടാവുന്നു നമ്മുടെ നാട്ടിൽ? സാധാരണ വ്യത്യസ്തമായി എല്ലാ കേസുകളിലും പോലീസ് വാർത്താ സമ്മേളനം നടത്താറില്ല. പക്ഷേ ACP വാർത്താ സമ്മേളനം നടത്തിയിട്ട് ഇങ്ങനെ പ്രതികളിലെത്തുന്ന സൂചന ലഭ്യമായിട്ടുണ്ട് എന്ന് പറയുന്നു. ACP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പേര് പറഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയ പോലീസ് സ്റ്റേഷനിൽ നിന്നോ എവിടുന്നോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പേര് പറയുന്നില്ല. പക്ഷേ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് SDPI പ്രവർത്തകർ അറസ്റ്റിലെന്ന്. അതവരുടെ കുടുംബാംഗങ്ങളാണ്, അവരുടെ ബ്രദറാണ് അത്. 20-ാം തീയതി ACPക്ക് ഔദ്യോഗികമായി ഈ സ്ത്രീ CPIMൻ്റെ മെമ്പർ പരാതി കൊടുക്കുകയാണ്. എൻ്റെ മകള് ജീവിച്ചിരുന്ന കാലത്ത് ചിട്ടി വന്ന തുക 1.5 ലക്ഷം രൂപ പ്രണയം നടിച്ച് ഇങ്ങനെ ഒരാൾ തട്ടിയെടുത്തിട്ടുണ്ട്, എൻ്റെ 20 പവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് തിരിച്ചെടുത്തു തരാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുകയാണ്. ഇതാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. ഈ സംഭവം ഉണ്ടായതിന് ശേഷം വ്യാപകമായ പ്രചാരണമാണ് CPIM SDPIക്ക് നേരെ നടത്തുന്നത്. മോറൽ പോലീസിങ്, സദാചാര ഗുണ്ടായിസം, താലിബാനിസം, എവിടെയാണ് പാർട്ടി ഇതിലിടപെട്ടത്? ആകെ ഉണ്ടായിരുന്ന ഒരു സംഭവം, ഈ പ്രദേശത്തുള്ള ഞാൻ പറഞ്ഞ ആളുകൾ മുഴുവൻ കൂടിയിരുന്നത് അവിടെ ഉണ്ടായിരുന്ന പാർട്ടി ഓഫീസിൽ കൂടിയിരുന്ന് കോംപ്രമൈസ് ചർച്ച നടത്തി എന്നുള്ളത് മാത്രമാണ്.
CPM-ൻ്റെ പാർട്ടി ഓഫീസിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കാറില്ലേ? ഇവിടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഓഫീസുകളിലാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മധ്യസ്ഥ ശ്രമം നടക്കാത്തത്? പൊതുപ്രവർത്തകരെന്ന നിലയിൽ, ജനങ്ങളെ സേവിക്കുന്നവരെന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നവരാണ് പൊതുപ്രവർത്തകർ. സ്വാഭാവികമായി നമ്മളെ അടുത്ത ആളുകൾ പല വിഷയങ്ങളുമായിട്ട് വരും. അത് റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിനോ ക്ഷേമ പെൻഷൻ നേടിയെടുക്കുന്നതിനോ മാത്രമല്ല. വഴിത്തർക്കങ്ങൾ, വിവാഹത്തർക്കങ്ങൾ, സാമ്പത്തിക തർക്കങ്ങളൊക്കെ നാട്ടു നടപ്പനുസരിച്ച് മധ്യസ്ഥ ശ്രമങ്ങളിൽ അനേകായിരം പ്രശ്നങ്ങൾ പരിഹരിച്ച് പരിഹാരം കാണാത്ത വിഷയങ്ങളാണ് പോലീസ് നടപടികളിലേക്ക്, കോടതികളിലേക്കൊക്കെ പോകുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന മാധ്യമപ്രവർത്തകർക്കൊക്കെ അനുഭവമുള്ളതായിരിക്കും. അത്തരം മധ്യസ്ഥ ശ്രമങ്ങൾ നാടിന് നന്മയാണ് നൽകുന്നത്. ഇതിലെവിടെയാണ് സദാചാര പോലീസിങ്? ഇതിലെവിടെയാണ് മോറൽ പോലീസിങ്ങും സദാചാര താലിബാനിസം എന്നൊക്കെ പറയുന്നത്? ഇന്നലെ രാകേഷ് മറ്റൊരു കാര്യം പറയുന്നത് കോൺഗ്രസിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ഇത് നടക്കുന്നത്. കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയാണെന്ന്. SDPIക്ക് 14 വാർഡ് മെമ്പർമാരുണ്ട് കണ്ണൂർ ജില്ലയിൽ, 14 ജനപ്രതിനിധികളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ധർമ്മട മണ്ഡലത്തിലെ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ SDPIക്ക് 4 മെമ്പർമാരുണ്ട്. ആകെ അവിടെ എത്ര സീറ്റ്? 15 സീറ്റ്. 4 മെമ്പർമാർ SDPയുടേതാണ്, 4 പേര് UDFൻ്റെതാണ്. 4 4 8. ഭരിക്കുന്നവർക്ക് എത്രയാ? ഭരിക്കുന്നവർക്ക് 7 സീറ്റാണുള്ളത്. SDPI കോൺഗ്രസിൻ്റെ ഘടകകക്ഷിയോ കോൺഗ്രസ് പിന്തുണക്കുന്നവരാണെങ്കിൽ CPIM-ന് മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ഭരിക്കാൻ കഴിയുമോ? 4.5 വർഷം കഴിഞ്ഞില്ലേ ആ പഞ്ചായത്ത്? പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും CPIM-ൻ്റെ അല്ലേ? അപ്പോൾ അവർ അനാവശ്യമായി വ്യാജ പ്രചാരണം നടത്തുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കണ്ണൂർ ജില്ലയിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പരിപാടികളെക്കുറിച്ച് നല്ല പരിചയം ഉണ്ടാവുമല്ലോ. ഞങ്ങൾ സ്ത്രീകളെയും പുരുഷന്മാരെയും പരസ്പരം സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അവിടെ ഒരു ശശീന്ദ്രൻ എന്നൊരു ഏരിയ സെക്രട്ടറി, പിണറായി ഏരിയ സെക്രട്ടറി പറയാണ്, ഈ പ്രദേശത്ത് പറമ്പായിലെ നമ്മുടെ പാർട്ടി ഓഫീസിന് മുന്നിൽ, SDPIയുടെ പാർട്ടി ഓഫീസിന് മുന്നിലൂടെ സ്ത്രീകൾക്ക് രാത്രിയിൽ വഴി നടക്കാൻ കഴിയില്ല, അത്ര ഭീകരാവസ്ഥയാണെന്ന്. 2ാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷമാണ്, രാജിവെച്ച് പുറത്തു പോകാണ് വേണ്ടത്. അത്ര നാണമില്ലാത്ത ഉളുപ്പില്ലാത്ത വർത്താനം പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവമുണ്ടോ? ധർമ്മട മണ്ഡലത്തിൽ, പിണറായിയുടെ മണ്ഡലത്തിലാണ് ഈ സ്ഥലം. SDPയുടെ പാർട്ടി ഓഫീസിന് മുമ്പിലൂടെ സ്ത്രീകൾക്ക് വഴി നടക്കാൻ കഴിയില്ല. ഇവർ സ്ത്രീകളെ അകറ്റി നിർത്തുന്നവരാണ്. ഞങ്ങൾ വെറുതെ അല്ല ഈ വാർത്താ സമ്മേളനത്തിൽ ഒരു സ്ത്രീയെ കൂടി, ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായ റുബീനയെ കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയത്. അവിടെ ഞങ്ങൾ അടുത്ത വ്യാഴാഴ്ച വലിയ പ്രതിഷേധ പരിപാടി നടക്കുന്നുണ്ട്. ബുധനാഴ്ച വലിയ പ്രതിഷേധ പരിപാടി ആ പ്രദേശം നടത്തുന്നുണ്ട്. നിങ്ങളൊന്ന് വന്ന് നോക്കുക എന്തുമാത്രം സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടാവുമെന്ന്. പാർട്ടിയുടെ ദേശീയ കമ്മിറ്റി മുതൽ താഴെ കമ്മിറ്റികളിൽ വരെ സ്ത്രീകളുള്ള പാർട്ടിയാണ് SDPI. ഇവിടെ നമുക്ക് 14 വാർഡ് മെമ്പർമാരും ഉള്ളതിൽ 8 പേര് സ്ത്രീകളാണ്. ആളുകളോട് വോട്ട് ചോദിക്കാതെ, ഗ്രാമസഭയിൽ പങ്കെടുക്കാതെ, ഭരണസമിതി മീറ്റിങ്ങിൽ പങ്കെടുക്കാതെ ഈ സ്ത്രീകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക? പാർട്ടി അംഗങ്ങളാണ് അവർ. മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് അവരല്ലേ ഭരിക്കുന്നത്, പാപ്പനശ്ശേരി പഞ്ചായത്ത് അവരല്ലേ ഭരിക്കുന്നത്. അവിടെ നമ്മുടെ മെമ്പർമാരുടെ പെർഫോമൻസ് എന്താ മോശമാണോ? അവർ വളരെ നന്നായി പെർഫോം ചെയ്യുന്നില്ലേ? അപ്പോൾ വ്യാജമായ നുണ പ്രചരിപ്പിച്ച് സംഘപരിവാരത്തെ, രാജ്യത്ത് ഇപ്പം നടമാടുന്ന ഒരു ഹിന്ദുത്വ ഭീകരതയെ പച്ചക്ക് എതിർക്കാൻ SDPയെ സമീകരിക്കുന്ന ഒരു പണിയുണ്ടല്ലോ, ഇത് അത്യന്തം അപകടകരമായൊരു പണിയാണ്. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ BJPക്ക് ഗുണം ചെയ്യുന്ന ഒരു പണി കൂടിയാണെന്ന് ഇവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോലീസ് ഭാഷ്യത്തെ വേദവാക്യമാക്കിയെടുക്കരുത്. പോലീസ് ഭാഷ്യത്തെ വേദവാക്യമാക്കി എടുക്കരുതെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും. തിരുവനന്തപുരം ജില്ലയിൽ ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു ദളിത് സ്ത്രീ, ആ ദളിത് സ്ത്രീ ജോലി ചെയ്തിരുന്ന വീട്ടിൽ എന്തോ ഒരു മാല മോഷണം നടന്നു എന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചുകൊണ്ട് പോവാ. എന്തുമാത്രം പീഡനങ്ങൾ ആ സ്ത്രീ സഹിച്ചു. എന്തായിരുന്നു അതിൻ്റെ പരിസമാപ്തി? നമ്മൾ സുജിത് ദാസിന് ADGP അജിത് കുമാറിൻ്റെയൊക്കെ വിഷയം ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ചർച്ച ചെയ്തതാണ്. മലപ്പുറം ജില്ലയെക്കുറിച്ച്. മലപ്പുറം ജില്ലയിൽ 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അവരുടെ കയ്യിൽ മാരകമായ
മയക്കുമരുന്ന്, വീര്യം കൂടിയ മയക്കുമരുന്നുണ്ടെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത്. 85 ദിവസം ജയിലിൽ കിടന്നവരുടെ കുടുംബം തകർന്നു പോയി. ലാബ് റിപ്പോർട്ട് വന്ന് അത് വില കൂടിയ പെർഫ്യൂം ഊതാണ്. പോലീസ് ഭാഷ ശരിയായിരുന്നുവോ? കോടതികളുണ്ട്, നിയമ നടപടികളുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്ന ഈ വിഷയത്തിൽ CPIM-ന് കൃത്യമായൊരു അജണ്ടയുണ്ട്. കണ്ണൂർ ജില്ലയിൽ വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, പ്രത്യേകിച്ച് ധർമ്മട മണ്ഡലത്തിൽ. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കരിവാരിത്തേക്കാൻ ആളുകളുടെ മുമ്പിൽ നുണ, പച്ച നുണ, വ്യാജം പ്രചരിപ്പിക്കുകയാണ് CPIM ചെയ്യുന്നത്. ഇനി ഈ വിചാരണ കൊല എന്നൊക്കെ പറയുന്നത് കണ്ണൂർ ജില്ലയിലെ ആളുകൾക്ക് പരിചിതമായ കങ്കാരു വിചാരണ എന്താണ്? അത് CPIM അല്ലേ മറുപടി പറയേണ്ടത്? കാൽവെള്ളയിലെ ചുവപ്പ് മാറാത്ത ഒരു പയ്യനെ, MSF-ൻ്റെ നേതാവിനെ പട്ടുവം പഞ്ചായത്തിൽ വെച്ചിട്ട് വിചാരണ നടത്തിയിട്ട് CBI അന്വേഷിക്കുകയാണ് ആ കേസ്. നേതാക്കളുടെ മക്കൾ പ്രതിയായ കേസാണത്. വിചാരണ നടത്തിയിട്ട് ആ മനുഷ്യനെ, ആ യുവാവിനെ കുത്തിക്കൊന്നവർ, വിചാരണ നടത്തി കുത്തിക്കൊന്നവരാണവർ. ഇവിടെ ചിത്രലേഖ മരിച്ചുപോയി, ക്യാൻസർ പേഷ്യൻ്റായാണ് മരിച്ചുപോയത്. ചിത്രലേഖയെ ജാതിയുടെ പേരിൽ പയ്യന്നൂർ മേഖലയിൽ അവരുടെ ഓട്ടോറിക്ഷ കത്തിച്ച് എത്രമാത്രം ആ സ്ത്രീയെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ STPI ഇടപെടാത്ത, നേർക്കുനേർ ഇടപെടാത്ത ഒരു കേസിൽ, പ്രാദേശികമായി നടന്ന ഒരു സംഭവത്തിൻ്റെ പേരിൽ ഇത് മോറൽ പോലീസിംഗ് ആണ്, STPI എന്തോ താലിബാനിസം നടപ്പാക്കുന്നു എന്നൊക്കെ വിളിച്ചു പറയുന്നത് CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി സ്വയം അപഹാസ്യനാവുകയാണ്. അദ്ദേഹം ഇത്തരം വാക്കുകൾ പിൻവലിക്കണം. CPIM എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ അത്യാവശ്യം സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ. അതിൻ്റെ തലപ്പത്തിരുന്നിട്ടാണ് ഈ വിഡ്ഢിത്തങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുന്നത്. മറ്റൊന്ന്, ഒരു സംഭവം ഉണ്ടാവുന്നു. ആ സംഭവത്തിൽ ഈ പെൺകുട്ടിയുടെ, ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ മാതാപിതാക്കൾ CPIM-ൻ്റെ മെമ്പർമാരാണ്. എന്തുകൊണ്ട് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ CPIM തയ്യാറാവുന്നില്ല? CPIM-ൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർമാരായ 2 പേര്, ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ, അവർക്ക് വാർത്താ സമ്മേളനം നടത്തേണ്ടി വരുന്നു. അവർക്ക് നേരിട്ട് ACP-യെ പോയി കാണേണ്ടി വരുന്നു. ഞാൻ ചോദിക്കുന്നത് രാകേഷിനോട്, അവരുടെ മതം മുസ്ലിമാണോ, ഇസ്ലാം ആയതുകൊണ്ടാണോ അവരുടെ പക്ഷത്ത് നിങ്ങൾ നിൽക്കാത്തത്? അവരുടെ മതം ഇസ്ലാം ആയതുകൊണ്ടാണോ അവർക്ക് വേണ്ടി നിങ്ങൾ ന്യായീകരിക്കാത്തത്, അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാത്തത്? അവർ ഇരകളാണല്ലോ. അവരുടെ മകളല്ലേ മരിച്ചത്. എന്തുകൊണ്ടാണ് അവരുടെ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കാത്തത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? അവർ പറയുന്നതിനനുസരിച്ച് അവരുടെ മകളെ കയ്യിൽ നിന്ന് പ്രണയം നടിച്ച് ഭർത്തൃമതിയായ ഒരു സ്ത്രീയിൽ നിന്ന് 1.5 ലക്ഷം രൂപയും 20 പവനും തട്ടിയെടുത്തു എന്ന് പറയുന്ന ഒരു പുരുഷനെ ആൺസുഹൃത്തായി അവതരിപ്പിച്ച് ന്യായീകരിക്കുകയാണ്. CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആൺസുഹൃത്തായി അവതരിപ്പിച്ച് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഇതിലെ സ്വർണം നഷ്ടപ്പെട്ട, പണം നഷ്ടപ്പെട്ട, മകൾ നഷ്ടപ്പെട്ട പാർട്ടിയുടെ അവരുടെ മെമ്പർമാർക്ക് വേണ്ടി ഒരക്ഷരം ഉരിയാടുന്നില്ല. അനാവശ്യമായി STPI ഇതിൽ വലിച്ചടച്ച് നമ്മുടെ മുൻ MP ശ്രീമതി ടീച്ചർ അവർ താലിബാനിസത്തെക്കുറിച്ച് പറയുകയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത്, ഈ കണ്ണൂർ ജില്ലയിലെ STPIയുടെ രാഷ്ട്രീയ പ്രവർത്തനം നേർക്കുനേർ അറിയുന്നവരല്ലേ നിങ്ങൾ? ഞങ്ങളുടെ ഏത് പരിപാടികളിലാണ് സ്ത്രീ പങ്കാളിത്തമില്ലാത്തത്? ഏത് പരിപാടിയിലാണ് ഞങ്ങളുടെ സ്ത്രീ പങ്കാളിത്തമില്ലാത്തത്? സ്ത്രീകളെ പുരുഷന്മാരെ പോലെ കേഡർ മെമ്പർ എന്ന പദവിയിൽ ഉയർത്തി പുരുഷന്മാരെ പോലെ പാർട്ടിയിൽ അംഗത്വം കൊടുത്ത്, ദേശീയ കമ്മിറ്റി മുതൽ താഴെത്തട്ടിൽ വരെ അംഗത്വം കൊടുത്ത്, ഞങ്ങൾ ജനറൽ സീറ്റിൽ പോലും, ഇപ്പോൾ കണ്ണൂർ സീറ്റിൽ മുമ്പ് ഇവിടെ നിയമസഭാ സീറ്റിൽ മത്സരിച്ചത് സുഫീറ അലി അക്ബറാണ്. സംവരണ സീറ്റല്ലല്ലോ. സ്ത്രീകൾക്ക് മാന്യമായ പരിഗണന രാഷ്ട്രീയത്തിലുണ്ടാവണം, സമൂഹത്തിലുണ്ടാവണം, അവരുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കപ്പെടണം എന്ന് ഉറച്ചു പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ രാകേഷ് താലിബാനിസം ആരോപിക്കുകയാണ്. അതുകൊണ്ട് രാകേഷിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, താങ്കളുടെ ഈ വിടുവായത്വം, ഈ വിവരക്കേട് അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് നേരെയുള്ള ഈ ദുഷ്പ്രചാരണത്തിൽ നിന്ന്, വ്യാജ പ്രചാരണങ്ങളിൽ നിന്ന് താങ്കൾ പിന്മാറണം. ഈ സമൂഹത്തിൽ സാൻമാർഗികതയും ധാർമ്മിക ബോധമൊക്കെയുള്ള ഒരു സമൂഹമാണ്. ഈ അസാൻമാർഗികത, സദാചാരം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആളുകൾ. അസാൻമാർഗികതയൊക്കെ കൂട്ടുനിൽക്കുന്ന ഒരു പണി, അത് മതപരമായ വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ച് കൂട്ടുനിൽക്കുന്ന ഒരു പണി നിങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. രാകേഷ് ഖുർആൻ ആയത്തൊക്കെ നിങ്ങൾ ഓതുന്ന കണ്ടിട്ടുണ്ടാവും.
പ്രവാചകൻ്റെ ഹദീസൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ടാവും. അതൊന്നും പറയേണ്ട ഒരു ആവശ്യവും ഇതിലില്ലല്ലോ. അവരുടെ പാർട്ടിയുടെ കുടുംബാംഗങ്ങളല്ലേ അവർ. എന്തിനാണ് അനാവശ്യമായിട്ട് എസ് ടി പി ഐയെ വലിച്ചടച്ചിട്ട്? ആർ എസ് എസും എസ് ടി പി ഐയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. രാജ്യം മുച്ചൂടും ഭരിച്ചുകൊണ്ടിരിക്കുന്ന മതേതരത്വത്തെ ജനാധിപത്യത്തെ കാർന്നു നിന്ന ഒരു ഹിന്ദുത്വ ഫാഷിസത്തോട് ഉളുപ്പുണ്ടെങ്കിൽ, ഒരല്പം പിണറായി പറയുന്ന അല്പ ഉളുപ്പുണ്ടെങ്കിൽ എസ് ടി പി ഐയെ ചേർത്ത് വെക്കില്ലായിരുന്നു. ആ ഉളുപ്പ് നഷ്ടപ്പെട്ട നേതാവായിട്ട് തരം താണിരിക്കുകയാണ് CPIM-ന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിൽ ഈ സംഭവം നടന്നതിന് ശേഷം STPയുടെ ഓഫീസിൽ വെച്ചിട്ട് നിങ്ങളൊരു സമവായ ചർച്ച സംഘടിപ്പിച്ചല്ലോ. അപ്പോൾ ഈ കുടുംബം നൽകിയൊരു പരാതിയുണ്ട്. 20 ലക്ഷം രൂപയും 20 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും ഈ റഹീസിന്റെ കയ്യിലുണ്ടെന്ന്. ആ സമവായ ചർച്ചയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ ആ സമയത്ത് ഈ സ്വർണത്തെക്കുറിച്ചോ പണത്തെക്കുറിച്ചോ ചോദിച്ചിരുന്നു? ആ വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ആ സമവായ ചർച്ച രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, ആ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അകന്നു പോവാതിരിക്കാൻ, അവരുടെ ഭാര്യ-ഭർത്തൃ ബന്ധം സുരക്ഷിതമാവാൻ, ആ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഈ ബന്ധം ഉപേക്ഷിക്കുക എന്നുള്ള നിലയിൽ ഒരു കോംപ്രമൈസ് ചർച്ചയാണത് നടന്നത്. അത് അവിടെ പരിസമാപ്തി കുറിച്ചതാണ്. പിന്നീട് ആത്മഹത്യ ചെയ്ത സ്ത്രീയുടെ ഉമ്മയാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ മകള് ചിട്ടി വന്ന 1.5 ലക്ഷം രൂപയും 20 പവനും എൻ്റെ ആൺ സുഹൃത്ത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നത്. അവരതാണ് പരാതിയിൽ എഴുതിയിരിക്കുന്നത്. ആ പരാതി ഞാനും വായിച്ചിട്ടുണ്ട്. ആ പരാതി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പരാതി പിന്നീടാണ് ACPക്ക് പരാതിയായിട്ട് പോകുന്നത്. ആ പരാതിയിൽ ഇനി പോലീസ് അന്വേഷിച്ച് നടപടിയെടുക്കണത്. പക്ഷെ ആ കുടുംബത്തിലെ പിതാവിന് ഇത് അറിയാം, CPM-കാരനായ പിതാവിന് ഇത് അറിയാമായിരുന്നു. ഒരു കുടുംബ ബന്ധം തകരാതിരിക്കാനുള്ള സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കോംപ്രമൈസ് ചർച്ച മാത്രമാണത്. പക്ഷെ അന്ന് STPയുടെ ഓഫീസിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ ഈ സ്വർണത്തെക്കുറിച്ചും പണത്തെക്കുറിച്ചും ചോദിച്ചു എന്നും അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് റഹീസും ഈ യുവതിയുടെ കുടുംബവും പറഞ്ഞെന്നുമാണ് കോൺഗ്രസിന്റെ ആ ചർച്ചയ്ക്കെത്തിയ വാർഡ് മെമ്പർ പറയുന്നത്. അതിന് മറുപടി പറയേണ്ടത് ശരിക്ക് ഈ സ്ത്രീയാണല്ലോ, പരാതിക്കാരിയായ സ്ത്രീയാണ് പറയേണ്ടത്. അവർ രേഖകൾ വെച്ചായിരിക്കും ചിട്ടി പിടിച്ചതും സ്വർണം പോയതും ഒക്കെ രേഖകൾ വെച്ചല്ലേ പരാതി കൊടുക്കുക. അത് ആ സ്ത്രീയാണ് അതിന് മറുപടി പറയേണ്ടത്. അവർ രേഖാമൂലം പരാതി കൊടുത്തിരിക്കുന്നു, പോലീസിന് പരാതി കൊടുത്തിരിക്കുന്നു. STPയുടെ ഓഫീസിൽ വെച്ച് അതാണ് സുഹൃത്തെ, നമ്മുടെ പാർട്ടി ഓഫീസിൽ വെച്ച് നടന്ന ചർച്ച പാർട്ടി നേതൃത്വത്തിൽ നടന്ന ചർച്ച അല്ല. ഈ റയീസിൻ്റെ കുടുംബാംഗങ്ങളും റയീസ് താമസിക്കുന്ന കൊളച്ചേരി പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, മുസ്ലിം ലീഗ് നേതാവ്, അതിൽ STPയുടെ ഇവരുടെ കുടുംബാംഗങ്ങൾ ഇവർ ഒരു സ്ഥലത്ത് കൂടിയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് STPI നേതൃത്വം കൊടുത്ത് നടത്തിയ ഒരു ചർച്ചയല്ല. അത് ഔദ്യോഗികമായ ഒരു പരാതി ഞങ്ങൾക്ക് വന്ന് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഏതെങ്കിലും ലീഡർ ചെയറായിരുന്നു നടന്ന ചർച്ചയല്ല അത്. സാധാരണ നാട്ടിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ എങ്ങനെയാണ് അത് പരിഹരിക്കുക? അപ്പോൾ കൂടിയിരുന്ന ഒരു ഇടം അത് STPI ഓഫീസാണ്. അത് ചിലപ്പോൾ മദ്രസയാണ് കൂടിയിരുന്നെങ്കിലും നമ്മളെ മേലെ വരൂല. ആ കൂടിയിരുന്നത് STPI ഓഫീസിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അതിൽ നമ്മൾ പ്രതികർക്കപ്പെടല. ഈ STPയുടെ പ്രവർത്തകരെന്ന് പറഞ്ഞ് ഞങ്ങളവരെ പ്രവർത്തകരല്ലെന്ന് പറഞ്ഞ് അല്ലെന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? പ്രവർത്തകരാണ്. പക്ഷെ അവരാരാണ്? അവർ ഈ സ്ത്രീയുടെ നേർ ബന്ധുക്കളാണ്. സ്വന്തം പെങ്ങളല്ലേ, ഉമ്മാടെ അനുജത്തിയുടെ മകളുടെ ഭർത്താവ്. അവരൊരു ഇഷ്യൂസിൽ ഇടപെട്ടാൽ അതിൽ പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്താലാണോ പതിവ്? സാധാരണ രണ്ടാൾ ബന്ധുവാണ്, 3 പേരും ബന്ധുവാണ്. ഒരാൾ അവരുടെ മുതിർന്ന കാരണവരുടെ മകനാണ്. ആ സ്ത്രീ അത് പറയും. ഞാൻ പറയുന്നത് ഞാനല്ലല്ലോ പറയുന്നത്. അവരെൻ്റെ മക്കളാണ്, അവരെൻ്റെ ബന്ധുക്കളാണ്, അവർ നിരപരാധികളാണെന്ന് പറഞ്ഞാൽ ആരാ പറഞ്ഞത്? STPI കാര്യമാണോ? അവർ CPM-ൻ്റെ പാർട്ടി മെമ്പറായ ഒരു സ്ത്രീ പറയാണ് അവർ നിരപരാധികളാണ്, അവരെൻ്റെ മക്കളാണ്, അവരെ പുറത്തുവിടണോ? ഞാനല്ലല്ലോ പറയുന്നത്. 3 ആളും ബന്ധുവാണെന്ന് പറയുന്നുണ്ട്. 3 ആളും ബന്ധുവാണ്. പിതാവ് ഏതെങ്കിലും വാർത്താ ചാനലുകൾക്ക് അത് കൊടുത്തു. ഔദ്യോഗികമായി നിങ്ങളുടെ മുമ്പിൽ വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല. ആ സ്ത്രീ നിങ്ങളുടെ മുമ്പിൽ വാർത്താ സമ്മേളനം നടത്തിയില്ല. എനിക്കൊന്ന് ധാരാളം ചാനലുകൾ ആ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ 3 പേരും ബന്ധുക്കളാണ്. 3 പേരും പിന്നെ സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കോംപ്രമൈസ്, നിങ്ങൾക്ക് വ്യക്തിപരമായി നിങ്ങൾക്കിത് അറിയാമല്ലോ, ഇങ്ങനെ നാട്ടിൽ നടക്കാറുണ്ട്, കോംപ്രമൈസ് ചർച്ച നടക്കാറുണ്ട്. അത് സർവ്വസാധാരണമാണ്.
അങ്ങനെയാണല്ലോ നമ്മുടെ നാട് ഇത്ര സൗഹൃദത്തോടെ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും. അതൊക്കെ മറികടന്ന് അതിനപ്പുറത്തെത്തിയാലല്ലേ ആളുകൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും കോടതി നടപടികളിലേക്കൊക്കെ ചെല്ലുന്നത്. ഇത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഓരോരുത്തരും പൊതുപ്രവർത്തനം, മാധ്യമപ്രവർത്തകരും ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ചർച്ചകളിലൊക്കെ ഇൻവോൾവ് ആവുന്ന ആളുകളായിരിക്കില്ലേ. 5 മണിക്കൂറോളം പാർട്ടി ഓഫീസിൽ അയാളെ ബന്ദിയാക്കി വെച്ചു എന്ന് പറയുന്നു. 5 മണിക്കൂറോളം മധ്യസ്ഥ സംഭാഷണം നടന്നു യുക്തിക്ക് നിരക്കുന്നുണ്ടോ? ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അയാൾക്ക് എന്തെങ്കിലും തല്ല് കിട്ടിയ ഭാവം അയാളുടെ മുഖത്തുണ്ടാ. ഒരു മനുഷ്യനെ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഇപ്പം 5 മണിക്കൂർ ബന്ദിയാക്കി വെക്കാൻ കഴിയുമോ? എങ്ങനെയാണ്? കോൺഗ്രസിൻ്റെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അതിലില്ലേ? അങ്ങനെ ബന്ദിയാക്കി വെച്ച് തല്ലിനെടുത്ത് STP ഓഫീസിൽ അങ്ങനെ നടന്നെങ്കിൽ ഒരു കോൺഗ്രസിൻ്റെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അതിലുണ്ടാവുമോ? അതൊന്നും പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയമല്ലെന്നേ. ഒരു മൊബൈൽ ഫോണിൽ അസാൻമാർഗികമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ ആ ആളുകൾ അത് ചെയ്താൽ അതിന് പാർട്ടി എന്താ ഉത്തരവാദിത്വം പറയുക? അത് സ്വാഭാവികമായിട്ട് അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ പെങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ കൈകാര്യം ചെയ്യാൻ പാർട്ടിയാണോ ഉത്തരവാദിത്വം പറയേണ്ടത്? പാർട്ടിക്ക് നേരെ ഈ കരിവാരി തേക്കുന്നത്, പാർട്ടിക്ക് മേലെ കുതിര കയറുന്നത് ബോധപൂർവമായിട്ട് CPM നടത്തുകയാണ്. അതിനെന്താ ആവശ്യം? ഉമ്മ പറയുന്നുണ്ടല്ലോ, ആ ഉമ്മ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് പ്രശ്നം ഉണ്ടാക്കിയത് പാർട്ടിക്കാരാണ്, നിങ്ങളോടൊക്കെ അല്ലേ പറഞ്ഞത്. ബോധപൂർവമായ ഒരു ഗൂഢാലോചന CPM-ന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആൺ സുഹൃത്ത് എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇതിനെ ന്യായീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തെ കണ്ടത്. എന്തുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി മെമ്പർമാരായ അവരുടെ മാതാപിതാക്കളുടെ വികാരത്തോടൊപ്പം നിൽക്കാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കണം, ആ ഇരകളുടെ പക്ഷത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം നിൽക്കാത്തത്? ഞങ്ങൾക്ക് വലിയ സ്വാധീനമൊന്നുള്ള കുടുംബമൊന്നുമല്ലല്ലോ അത്. ഇപ്പോഴും അവർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്ന ആ പെൺകുട്ടിയുടെ ഭർത്താവ് വരെ പാർട്ടി ഗ്രാമത്തിലുള്ള ആളാണ്. ഇത് ധർമ്മട മണ്ഡലത്തിൽ പിണറായി വിജയൻ ജയിച്ചത് എത്ര വോട്ടിനാണെന്നറിയാമല്ലോ ഈ നാട്ടുകാർക്ക്. അത്ര സ്വാധീനമുള്ള ഒരു മേഖലയിൽ എന്ത് വിഡിത്താണ് പറയുന്നത്? ഞങ്ങളുടെ പാർട്ടി ഓഫീസിന് മുമ്പിൽ സ്ത്രീകൾക്ക് വഴി നടക്കാൻ പറ്റൂല, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതായത് ഒരു വ്യാജം പ്രചരിപ്പിക്കുകയാണ് അനാവശ്യമായിട്ട്. സൗഹൃദത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ കണ്ണൂർ ജില്ലയിൽ സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം സംസാരിക്കുന്നത്, പലരും ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനോ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്നത്, ഇഫ്താർ സംഗമങ്ങൾ നടത്തുന്നത്, ഓണവും വിഷുവും പെരുന്നാളും ഒരുമിച്ച്. എവിടെയാണ് ഒരു വേർതിരിവ്? ബോധപൂർവമായി ഇവിടെ വേർതിരിവുണ്ടെന്ന് ഇവർ പറഞ്ഞു പരുത്തല്ലേ ചെയ്യുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ STP എങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുന്നത്? STPയുടെ ഒരു സമ്മേളനത്തിൻ്റെ വീഡിയോ നിങ്ങൾ എടുത്തു നോക്ക്. പകുതി കൂടുതൽ സ്ത്രീകൾ വരികയാണ് ഇപ്പോൾ പരിപാടികളിൽ. കാരണം സ്ത്രീകൾ അത്രയേറെ രാഷ്ട്രീയവൽക്കരിച്ചിട്ടുണ്ട്. പൊതുരംഗത്ത് അത്രയേറെ സ്ത്രീകൾ വന്നിട്ടുണ്ട്. 50% സംവരണമുള്ള ഒരു സംസ്ഥാനമാണ് ലോക്കൽ ബോഡികളിൽ. സ്ത്രീകൾ അത്രയേറെ രാഷ്ട്രീയവൽക്കരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു സംസ്ഥാനത്ത് നിന്നിട്ട്, ഒരു ജില്ലയിൽ നിന്നിട്ട് ഇതുപോലെ പൊട്ടത്തരം വിളിച്ചു പറയുകയാണ് KK രാഗേഷ് ചെയ്യുന്നത്. ഈ KK രാഗേഷിന്റെ പരാമർശവുമായി ബന്ധപ്പെട്ടിട്ട് മതരാഷ്ട്രവാദമാണല്ലോ നിങ്ങൾ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട വിഷയം. 2023 മഹാരാഷ്ട്ര ATS നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ കുറച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരുടെ കൈവശം കണ്ടെടുത്ത രേഖകളും CD-കളും ഒക്കെ അന്ന് കുറ്റപത്രത്തിൽ കോടതിയിൽ സമർപ്പിക്കുന്നു. ആ കാര്യത്തിൽ പറയുന്നുണ്ട് 2047 ഇസ്ലാമിക രാഷ്ട്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് പോപ്പുലർ ഫ്രണ്ട് നടത്തുന്നതെന്നാണ് മഹാരാഷ്ട്ര ATS കോടതിയിൽ സമർപ്പിച്ച രേഖകളിലുള്ളത്. ഈ നിരോധിക്കപ്പെടുന്നതിന് മുൻപ് SDPI പോപ്പുലർ ഫ്രണ്ടിന്റെ പൊളിറ്റിക്കൽ സംഘടനയായിട്ടാണല്ലോ പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ? KK രാഗേഷിന്റെ ആരോപണം SDPI പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയാണെന്ന് KK രാഗേഷല്ലേ പറഞ്ഞത്? KK രാഗേഷാണല്ലോ പറഞ്ഞത്. SDPI പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടന അല്ല. എന്താണ് SDPI എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എന്താണ് ഈ മുമ്പോട്ട് ഇന്ത്യയിൽ വെക്കുന്നത്, ഞങ്ങളുടെ ഭരണഘടന എന്താണ്, ഞങ്ങളുടെ ആശയം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടാണല്ലോ ഈ രാജ്യത്ത് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ഞാനതാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ 16 വർഷക്കാലത്തിനിടയിൽ ഇന്നലെ ഞങ്ങളുടെ 17ാമത്തെ ജന്മദിനമാണ്. കഴിഞ്ഞ 16 വർഷത്തെ കാലയളവിൽ ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ, ഞങ്ങളുടെ ലേഖനങ്ങളിൽ, ഞങ്ങളുടെ എവിടെയെങ്കിലും ഒരു മതരാഷ്ട്രവാദം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? നിങ്ങൾ അനുഭവമുള്ളവരായിരിക്കുമല്ലോ. കഴിഞ്ഞ 16 വർഷത്തെ കാലത്തെ SDPയുടെ ചരിത്രത്തിൽ നിങ്ങളൊരു പ്രസംഗം കാണിക്കുക, SDPയുടെ ഒരു പൊതുവേദിയിൽ മതരാഷ്ട്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇത് നിരോധിത സംഘടന അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് SDPയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടില്ലല്ലോ. ഞങ്ങൾ 2009 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ്.
ഞങ്ങൾ മതരാഷ്ട്രവാദമല്ല ഞങ്ങളുടെ ആശയം. ഞങ്ങൾ ഈ ജനാധിപത്യ മതേതര ഇന്ത്യയെ ഇങ്ങനെ നിലനിർത്താൻ വേണ്ടി പോരാടുന്നവരാ. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. പിന്നെ വേറൊരു ലളിതമായിട്ട് ഈ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ആള് ഇതിനൊരു BJP അല്ലാത്ത ഒരാൾ ഇതിനൊരു മതരാഷ്ട്രമാക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞാൽ പടുവിഡ്ഢിയല്ലാതെ വേറെ ആരെ ശ്രമിക്കുക? സംഭവിക്കാവുന്ന കാര്യമാണോ ഇത്? അല്ലല്ലോ. ഇനി മുസ്ലിങ്ങളെ വിഷയം തന്നെ എടുക്കാം. അവർക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ. രാജ്യം സ്വതന്ത്രമായപ്പോൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായപ്പോൾ ആർജവത്തോടുകൂടെ മതേതരത്വത്തെ തിരഞ്ഞെടുത്ത മനുഷ്യരാണ് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ. പിന്നെ അവരുടെ നേരെ ചൂണ്ടിയിട്ട് ഈ രാകേഷൊക്കെ മതരാഷ്ട്രവാദം പറഞ്ഞാൽ പൊട്ടത്തരമല്ലാതെ ഇത് വെറുതെ സംഘപരിവാരത്തെ തൃപ്തിപ്പെടുത്താൻ ഈ സമീകരിച്ച് പറഞ്ഞാൽ അവരുടെ മൃദു ഹിന്ദുത്വ വോട്ട് അങ്ങനെ തന്നെ അവരുടെ പെട്ടിയിൽ നിൽക്കുമെന്നുള്ള ഒരു ചിന്താഗതിയാണ്. ദീർഘകാല അടിസ്ഥാനത്തിൽ CPM-ന് ദോഷം ചെയ്യുന്ന പണിയാണ് രാകേഷ് ചെയ്തത്. ഈ 4 മണിക്കാണല്ലോ ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം 8 മണിക്ക് ശേഷമാണല്ലോ ഈ ആ സുഖമയിലുള്ള ആ പുള്ളിയുടെ ബന്ധുക്കൾ വരുന്നത്. അത്രയും നേരം ഇവരെന്ത് ചെയ്തു? ഈ 4 മണി മുതലിട്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മയ്യിലുള്ള കൊളച്ചേരി പഞ്ചായത്തിലുള്ള അവരുടെ ഇയാളുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തിയതൊക്കെ ഈ പെൺകുട്ടിയുടെ വാപ്പാൻ്റെ അനുജനാട്ടോ. അതൊന്നും പാർട്ടിയായി ബന്ധപ്പെട്ട ആളുകളൊന്നുമല്ല. അയാളൊന്നും നമ്മുടെ പാർട്ടിക്കാരനൊന്നുമല്ല. അവരൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയെന്നല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വളരെ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ഗുണ്ടായിസമോ സദാചാര പോലീസ് ഇതൊന്നും ആരോപിക്കാൻ കഴിയുന്ന ഒരു വിഷയമേ അല്ലെന്നേ. അവരവരുടെ കുടുംബാംഗങ്ങളിൽ പ്രശ്നമുണ്ട്. നിങ്ങളൊക്കെ ഇടപെടൂലേ ഇങ്ങനെ ഒരു വിഷയത്തിൽ? അതിനെ പിന്നെ അങ്ങനെ ഇടപെടാൻ പാടില്ല. രാജ്യത്ത് നിയമവാഴ്ച സാധാരണ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു വിഷയമല്ലേ ഇത്? അനാവശ്യമായിട്ട് ഈ വിഷയത്തെ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി പാർട്ടിക്ക് നേരെ കൊണ്ടുവന്നത് CPM-ൻ്റെ അജണ്ടയാണ്. CPM-ന് അതിന് താല്പര്യമുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളാരും കണ്ടിട്ടില്ല. പോലീസ് വിവരിച്ച എന്താ? പോലീസ് വിവരിച്ച ആത്മഹത്യാക്കുറിപ്പിൽ സൂചനയുണ്ടെന്നേ പറയുന്നുള്ളൂ. ആ ആത്മഹത്യാക്കുറിപ്പ് ഞങ്ങൾ കണ്ടിട്ടില്ല. അത് കോടതിയിലെത്തേണ്ട സാധനങ്ങളാണ്. അതിന് വിചാരണയൊക്കെ കോടതിയിൽ നടക്കേണ്ടതാണല്ലോ. പിന്നെ ഒരു സ്ത്രീ വന്നിട്ട് ഇവർ നിരപരാധികളാണ് എൻ്റെ മക്കളാണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതുണ്ടോ? പാർട്ടി നേതാക്കളൊന്നും വന്നിട്ട് മാധ്യമങ്ങളിൽ വന്നിട്ട് ആദ്യം ഇതൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യം പറയുന്നത് ആരാ? ആ സ്ത്രീ തന്നെയാ പറയുന്നത്. ആത്മഹത്യാക്കുറിപ്പ് ഈ സ്ത്രീയും അറിയാലോ, ഈ പെൺകുട്ടിയുടെ ഉമ്മാക്ക് അറിയാലോ ആത്മഹത്യാക്കുറിപ്പ്. ഉമ്മാക്ക് ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയ വിഷയങ്ങളൊക്കെ അറിയാം. ഉമ്മാക്കറിയാം, വാപ്പാക്കറിയാം. നിങ്ങളുടെ പിന്നെ ന്യൂസ് 8 ചാനലൊക്കെ കൊടുത്ത പിന്നെ അഭിമുഖത്തിൽ വാപ്പയൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ ഇപ്പം നിങ്ങളൊക്കെ അറിയുന്ന പോലെ അവരും അറിയൂ. കാണൂല. കാരണം അത് ഇൻക്വസ്റ്റ് നടക്കുന്ന സമയത്താണ് പിന്നെ ആ ആത്മഹത്യാക്കുറിപ്പ് കിട്ടുന്നത്. അവര് ACP കൊടുത്ത പരാതിയിൽ അത് പറയുന്നുണ്ട്. ചിട്ടിയൊക്കെ പിടിച്ചതാണെങ്കിൽ അതിന് തെളിവുണ്ടാവും. കാരണം ചിട്ടി കിട്ടുന്ന ദിവസം അത് പണം ഉപയോഗിച്ചത് അത് മാതാവ് വ്യക്തമാക്കേണ്ട വിഷയമാണ്. സ്വന്തം പുരയിൽ എത്ര പവൻ സ്വർണ്ണമുണ്ട്, മകൾക്ക് എത്ര സ്വർണം കൊടുത്തിന് എന്നൊക്കെ ഒരു മാതാവ് വ്യക്തമാക്കേണ്ടതാണ്. ആ കുടുംബം ഞങ്ങളുമായിട്ട് അങ്ങനെ പാർട്ടി റിലേഷൻഷിപ്പുള്ള ഒരു കുടുംബം അല്ലല്ലോ. അവരുടെ ബന്ധുക്കൾ പാർട്ടിക്കാരാണല്ലോ. അവരുടെ ബന്ധുക്കൾ പാർട്ടിക്കാരാണ്. 3 പേരും ജയിലിലല്ലേ കിടക്കുന്നത്. അത് വളരെ ക്ലിയർ ആണ്. ഈ 20 പവൻ സ്വർണവും പിന്നെ 1.5 ലക്ഷം രൂപയും കൊണ്ടുപോയി എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആണ്. ആ സ്ത്രീ പറയുന്നത് ശരിയാണെന്ന് തന്നെയാണ് അവരുടെ പക്ഷം. ഈ ഓഫീസിൽ നടന്ന ചർച്ചയിൽ ഇത് സംബന്ധിച്ച് അതായത് 20 പവനും 1.5 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള സംഭാഷണം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ? അതിലെ ഈ ഓഫീസിൽ അങ്ങനെ സംഭാഷണം അല്ല നടന്നത്. ഓഫീസിൽ കുടുംബ ബന്ധം തകരാതെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു കോംപ്രമൈസാണ്. രണ്ടാമതാണ് ഈ സ്ത്രീ പിന്നെ പോലീസിന് പരാതി കൊടുക്കുന്നതും വാർത്താ സമ്മേളനം നടത്തുന്നതൊക്കെ ഓഫീസ് ചർച്ചയിലുള്ള കാര്യമല്ല അത്. ആ സ്ത്രീ ഇല്ല അതിൽ. ഈ സ്ത്രീകളാരും ആ ചർച്ചയിലില്ല. ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയും ഇല്ല, ആ പെൺകുട്ടിയുടെ മാതാവും ഇല്ല. പുരുഷന്മാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതാ ഉമ്മ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചർച്ചയ്ക്ക് ശേഷമാണ് ഉമ്മയോട് ഈ മകള് പറയുന്നത് എനിക്കിവനെ ഒഴിവാക്കാൻ കഴിയില്ല, ഞാൻ കുറച്ച് പ്രശ്നത്തിലുള്ളൂ എന്നുള്ളത്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും പറയുന്നത്. ആ ആത്മഹത്യാക്കുറിപ്പിലും അല്ല ഈ പരാതിയിൽ പറയുന്നുണ്ട് ഉമ്മ.
അല്ല, സാധാരണഗതിയിൽ ഒരു ആത്മഹത്യാ കുറിപ്പ് കിട്ടിയ ഏറ്റവും പ്രാഥമികമായി പരിഗണിക്കുന്ന ആത്മഹത്യാ കുറിപ്പ്, അതിനുശേഷമാണല്ലോ അതിനോട് അനുബന്ധമായിട്ടുള്ള പരാതികൾ പരിഗണിക്കുക. അപ്പോൾ കുടുംബത്തിന്റെ പരാതി പരിഗണിക്കണമെന്നും ആത്മഹത്യാ കുറിപ്പ് പരിഗണിക്കേണ്ട എന്നുള്ളതാണ് നിങ്ങൾ? അല്ല, അങ്ങനെയല്ല. നമ്മുടെ പോലീസ് സംവിധാനം പൂർണ്ണമായും നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്ന് കേരളത്തിലെല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയില്ലേ? അങ്ങനെ നിയന്ത്രിച്ചിട്ടുണ്ടല്ലോ കേരളക്കരയിൽ. ഇപ്പോൾ ആ ശശീന്ദ്രൻ്റെ പ്രസംഗത്തിൽ മാതൃഭൂമി കൊടുത്ത ബൈറ്റാണെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ എന്നാണ് പറയുന്നത്, പോലീസ് എന്നല്ല പറയുന്നത്. ഇതിൻ്റെ പിറകിൽ ഞങ്ങളുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൻ്റെ പിറകിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്നതിന് കാര്യം അതാണ്. CPM ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിൽ CPM ഇടപെട്ടിട്ടുണ്ട്. ഈ വിഷയത്തെ വഴിതിരിച്ചു വിടുന്നതിൽ CPM ഇടപെട്ടിട്ടുണ്ട്. പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഭരണകൂടം സാധാരണ പോലീസിനെ നിയന്ത്രിക്കാറുണ്ടല്ലോ, നിയന്ത്രിക്കും പോലീസിനെ. പോലീസ് ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ വാക്യങ്ങളൊന്നും വേദവാക്യങ്ങളൊന്നും അല്ലല്ലോ. അങ്ങനെ പറയുമ്പോൾ ആത്മഹത്യാ കുറിപ്പ് ഉൾപ്പെടെ സംശയത്തിന് നേരിലേക്ക് വരികയാണ്. അത് തീർച്ചയായിട്ടും സുതാര്യവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തന്നെ വേണം. അല്ലെങ്കിൽ ആ ഒരു സംശയമില്ല. മരിച്ച സ്ത്രീക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് നീതി ലഭ്യമാക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല. അത് നടത്തണ്ടെന്നോ ഞങ്ങൾ ആരുടെ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. സുതാര്യവും നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം. പാർട്ടിക്ക് ഇതിലൊന്നും ഉത്തരവാദിത്വമില്ല. പാർട്ടിയെ കരിവാരിത്തേക്കാൻ CPM നടത്തുന്ന ശ്രമമുണ്ടല്ലോ, അത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്.